നമസ്കാരം. കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 മാർച്ച് 4 ചൊവ്വാഴ്ച. സംസ്ഥാനത്ത് ലഹരിയും അക്രമങ്ങളും വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഒന്നിച്ച് പ്രതിരോധം തീർക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ. സഭയ്ക്കകത്തും പുറത്തുമുണ്ടായ സംഭവവികാസങ്ങളാണ് മിക്ക പത്രങ്ങളിലും പ്രധാന വാർത്ത. മലയാള മനോരമ ഒന്നാം പേജ് പൂർണ്ണമായി ലഹരിവിരുദ്ധ ക്യാമ്പയിനായി നീക്കിവെച്ചു. പാർട്ടിയിൽ കുടിയന്മാർ വേണ്ടെന്ന് എം.വി. ഗോവിന്ദന്റെ പ്രസ്താവനയും ഈ സാഹചര്യത്തിൽ പത്രങ്ങൾ പ്രാധാന്യത്തോടെ നൽകി. അനോറ എന്ന സിനിമയ്ക്ക് 5 ഓസ്കർ ലഭിച്ചതാണ് മറ്റൊരു വാർത്ത. പത്രവാർത്തകൾ നോക്കാം വിശദമായി. ആദ്യം മാധ്യമത്തിലേക്കാണ്. കേരളമേ എന്ന തലക്കെട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് അടുത്തിടെ നടക്കുന്ന സംഭവങ്ങളിൽ നടുക്കം രേഖപ്പെടുത്തുകയാണ് പത്രം. സഹവർത്തിത്വത്തിന്റെയും സാക്ഷരതയുടെയും കേദാരഭൂമിയെന്ന സൽപ്പേര് ഇനി നാടിനുണ്ടാകില്ലെന്ന ആശങ്കയുണർത്തും വിധം കൊലയും അക്രമവും സംസ്ഥാനത്ത് പെരുകുന്നു. താമരശ്ശേരിയിലെ ആക്രമണത്തിൽ കൗമാരം വിടാത്ത കുട്ടിക്ക് ജീവൻ നഷ്ടമായതിൽ നാട് വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും കൊലക്കത്തി മൂർച്ച കൂട്ടുകയാണ് പലരും. അക്രമങ്ങളുടെയും കൊലയുടെയും കുത്തൊഴുക്കിന്റെ ദിനങ്ങൾക്കാണ് സംസ്ഥാനം സാക്ഷിയാകുന്നത്. ഒപ്പം സ്വയം ജീവനെടുക്കുന്നവരുടെ അറ്റമില്ലാത്ത എണ്ണത്തിനും. പാലക്കാട് സ്വദേശി ഭാര്യയെ കോയമ്പത്തൂർ പോയി കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ മടങ്ങിയെത്തി വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തു. കോന്നിയിൽ സംശയരോഗത്തെ തുടർന്ന് ഭാര്യയെയും അയൽവാസിയായ സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. 4 പതിറ്റാണ്ടിനടുത്ത പ്രൊഫഷണൽ ജീവിതത്തിനിടെ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസത്തിന്റെയും ശുഭപ്രതീക്ഷയുടെയും വെളിച്ചമായി നിന്ന രാജ്യാന്തര പ്രശസ്ത ശസ്ത്രക്രിയ വിദഗ്ധൻ, വൃക്ക മാറ്റിവെക്കൽ വിദഗ്ധനുമായ ഡോക്ടർ ജോർജ് പി. എബ്രഹാമിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പരീക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വിശദീകരിക്കുന്ന കുറിപ്പെഴുതിവെച്ച് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ +2 വിദ്യാർത്ഥി തൂങ്ങിമരിച്ചു. എന്താണ് നമ്മുടെ നാടിന് സംഭവിക്കുന്നത്? മുഖ്യമന്ത്രി പറയുന്നു, ഇളം തലമുറ അസ്വസ്ഥർ, കുരുന്നു മനസ്സ് കാണണം. നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥരാണെന്നും കടുത്ത മത്സരാന്തരീക്ഷം അരക്ഷിതബോധം വളർത്തുന്നെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്രമസംഭവങ്ങളും ലഹരി വ്യാപനവും ചൂണ്ടിക്കാട്ടി രമേശ് ചെന്നിത്തല അവതരിപ്പിച്ച അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. എല്ലായിടത്തും കടുത്ത മത്സരമാണ്. എൻട്രൻസിനും തൊഴിൽ കിട്ടാനും കിട്ടിയത് പിടിച്ചു നിർത്താനും മത്സരമാണ്. മത്സരത്തിന്റെ അന്തരീക്ഷം ഒപ്പമുള്ളവനെ തോൽപ്പിച്ചേ ജയിക്കാനാകൂ എന്ന ചിന്ത കുട്ടികളിൽ വളർത്തുന്നു. ഒപ്പമുള്ളവർ ശത്രുവാണെന്നും അത് കൂടെയുള്ളവർ തന്നെ ആവാമെന്നുമുള്ള ഒരു ചിന്തയിലേക്ക് കുട്ടികളിൽ അരക്ഷിതബോധം വളരുന്നുണ്ടോ എന്നത് ആലോചിക്കണം. ബാല്യത്തിൽ തന്നെ കുട്ടികൾ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ട്. മണ്ണിനോടോ പ്രകൃതിയോടോ സഹജാതരോടോ സ്നേഹമുണ്ടാകാത്ത അവസ്ഥ. വീട്ടിലെ മുറി എന്ന പെട്ടിയിൽ നിന്ന് സ്കൂൾ ബസ് എന്ന പെട്ടിയിലേക്കും അതിൽ നിന്ന് ക്ലാസ് മുറി എന്ന പെട്ടിയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന ബാല്യം. പഠിപ്പിനപ്പുറത്ത് ഒന്നിലേക്കും തുറക്കാത്ത അടഞ്ഞ മനസ്സ്. പഠിപ്പ് എന്ന് മാത്രം. വൈകി വീട്ടിൽ വന്നാലോ ആ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിലോ സങ്കടമോ പങ്കിടാൻ ആരുമില്ലെന്ന തോന്നലിലാകുന്നു അവർ. അച്ഛനമ്മമാർക്ക് പരസ്പരം സംസാരിക്കാൻ സമയമില്ല. അവൻ്റെ ഒരു ഡിജിറ്റൽ ലോകത്തിലേക്ക് ഒതുങ്ങുന്നു. പതിയെ അത് ഡിജിറ്റൽ അഡിക്ഷനാകുന്നു. അതിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നവർ അച്ഛനാകട്ടെ അമ്മയാകട്ടെ കൂട്ടുകാരാകട്ടെ അവൻ്റെ ശത്രുക്കളാകുന്നു. വയലൻസ് ആഘോഷിക്കപ്പെടുന്ന നിലയാണ്. എല്ലാം പിടിച്ചടക്കണമെന്ന ചിന്തയാണിന്ന്. അധ്യാപകനും വിദ്യാർത്ഥിയും രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ധൂർത്ത ജീവിത രീതികളോടുള്ള ആസക്തിയാണ്. നല്ല മനുഷ്യരാകുക എന്നതിന് പഠനത്തിൽ ഊന്നൽ കൊടുക്കേണ്ടതുണ്ട്. ജീവിത മൂല്യസത്തകൾ പകരുന്ന കവിതകളും കഥകളും സാഹിത്യകൃതികളും സിലബസിന്റെ ഭാഗമാകേണ്ടതുണ്ട്. അറിവുള്ളവർ എന്നതിനൊപ്പം കനിവുള്ളവർ കൂടിയാണ് മുൻപ് തലമുറകളെ വളർത്തിയത്. തിന്മയും തെമ്മാടിത്തവും മാത്രമല്ല, നന്മയും നല്ലവരും കൂടിയുള്ളതാണ് ഈ ലോകമെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞുകൊടുക്കാൻ നമുക്ക് കഴിയണം. പൂക്കളെ, പൂത്തുമ്പിയെ, ശലഭങ്ങളെയൊക്കെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. പണം മുടക്കി ചെറുപ്പത്തിലെ കോച്ചിംഗ് സ്ഥാപനങ്ങളിലാക്കുമ്പോൾ വൈകുന്നേരങ്ങളിലെ കളിക്കളങ്ങളും സൗഹൃദ കൂട്ടായ്മകളും കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയാണ്.
ഓൺലൈൻ ഗെയിമുകൾ ഹൃദയശൂന്യതയുടെ ഒരു ലോകത്തേക്കാണ് കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ക്യാമ്പസുകൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ അവിടെ അരാജക ഗാങ്ങുകളാണ് ശക്തിപ്പെടുന്നത്. ആഗോള പ്രതിഭാസമായി കുട്ടികളുടെ അക്രമവാസന പടരുന്നതിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ പോലും ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി മാതൃഭൂമിയുടെ വാർത്തയിലേക്കാണ്. ലഹരിക്കെട്ടഴിക്കാൻ ഒറ്റക്കെട്ട്. സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അക്രമങ്ങളും വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വിയോജിപ്പ് മറന്ന് ഒന്നിച്ച് പ്രതിരോധം തീർക്കാൻ ഭരണപ്രതിപക്ഷ കക്ഷികൾ. നിയമസഭയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ചയ്ക്ക് അനുമതി നൽകാമെന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചു. സാമൂഹിക വിപത്തിനെതിരെ ഒന്നിക്കാനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ചർച്ചയാകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ നടപടികളിലെ വീഴ്ചയും വിയോജിപ്പും ചർച്ചയിൽ പ്രകടിപ്പിച്ചെങ്കിലും ലഹരിക്കെതിരെ കർമ്മപദ്ധതി തയ്യാറാക്കി സർക്കാർ ഇറങ്ങിയാൽ ഒപ്പം നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഉറപ്പു നൽകി. കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ കൂടുന്നുവെന്നു മാത്രമല്ല, അതിന്റെ രീതി പോലും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ആശങ്ക പ്രതിപക്ഷ നേതാവ് പങ്കുവച്ചു. മുൻപ് ഇതേ വിഷയത്തിൽ ചർച്ച നടത്തിയപ്പോൾ ഞങ്ങൾ പിന്തുണച്ചതാണ്. അതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ച് മതിയാക്കി പോകാനുള്ളതല്ല ഈ പ്രശ്നം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചൂണ്ടിക്കാട്ടൽ. ലഹരിയെ പ്രതിരോധിക്കാൻ സർക്കാരിന് കർമ്മപദ്ധതിയുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഉണ്ടെന്നും അത് എന്തൊക്കെയാണെന്നും മുഖ്യമന്ത്രി വിശദമായി അവതരിപ്പിച്ചു. 3 മണിക്കൂർ ചർച്ചയ്ക്കൊടുവിൽ ഭരണപരമായ ഇടപെടൽ കാര്യക്ഷമമാക്കില്ലേ എന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് അതിലും ഉറപ്പു നൽകിയാണ് മുഖ്യമന്ത്രി മറുപടി അവസാനിപ്പിച്ചത്. താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തെക്കുറിച്ച് വൈകാരികമായി പറഞ്ഞാണ് സ്ഥലം എം.എൽ.എ. എം.കെ. മുനീർ തുടങ്ങിയത്. മുൻപ് നമുക്ക് സഹപാഠികളായിരുന്നില്ല, സഹോദരരായിരുന്നു. ഇന്ന് സഹപാഠികൾ ശത്രുക്കളാകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മദ്യപിക്കരുതെന്നാണ് പാർട്ടി നിലപാട്. മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ പുറത്താക്കും. എം.വി. ഗോവിന്ദൻ. ലഹരിയുടെ വിപണനവും ഉപഭോഗവും സജീവമാകുന്നുണ്ടെന്നും ലഹരിക്കെതിരെ കക്ഷിരാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒന്നിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. മദ്യപിക്കരുതെന്നാണ് പാർട്ടി നിലപാട്. മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ പുറത്താക്കുമെന്നും തങ്ങളാരും ഒരു തുള്ളി പോലും ഇതുവരെ കഴിച്ചിട്ടില്ലെന്നും പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കില്ല എന്ന ദാർശനികമായ ധാരണയിൽ നിന്ന് വന്നവരാണ് ഞങ്ങളെല്ലാം. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും അതിന്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും മൂല്യങ്ങൾ ചേർത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. ഷഹബാസിന്റെ കൊലപാതകം. രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് അന്വേഷിക്കുന്നു. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പിടിയിലായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള മുതിർന്നവരുടെ പങ്കും ഗൂഢാലോചനയും പോലീസ് അന്വേഷിക്കുന്നു. കൊട്ടേഷൻ ബന്ധമുണ്ടെന്ന് ആരോപണമുള്ളയാൾ ഉൾപ്പെടെയുള്ളവർക്ക് അക്രമത്തിൽ നേരിട്ട് പങ്കുണ്ടോയെന്നാണ് താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ, ഇൻസ്പെക്ടർ എ. സായൂജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. മുഹമ്മദ് ഷഹബാസിന്റെ തലയോട്ടി അടിച്ചു തകർക്കാനുപയോഗിച്ച നെഞ്ചക്ക് കുറ്റാരോപിതരിൽ പ്രധാനിയുടെ രക്ഷിതാവ് ഉപയോഗിക്കുന്നതാണെന്ന് പോലീസിന് നേരത്തെ സൂചന ലഭിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് കരാട്ടെ പരിശീലനത്തിനുപയോഗിക്കുന്ന ഈ ആയുധം അന്വേഷണ സംഘം കണ്ടെത്തിയതും. അക്രമത്തിന് പിന്തുണ നൽകിയെന്നും അക്രമപ്രവർത്തനം മുൻകൂട്ടി അറിഞ്ഞിട്ടും പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളെ തടഞ്ഞില്ലെന്നും വ്യക്തമായാൽ മുതിർന്നവരെയും പ്രതി ചേർക്കും. നെഞ്ചക്ക് ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. അകത്ത് പരീക്ഷ, പുറത്തു പ്രതിഷേധം. ഷഹബാസ് കൊലക്കേസ് കുറ്റാരോപിതർ പരീക്ഷ എഴുതുമ്പോൾ പുറത്ത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം. എളേറ്റിൽ MJHSSലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ ആരോപണവിധേയരായ 5 കുട്ടികളും തിങ്കളാഴ്ച 10ാം ക്ലാസ്സിലെ ആദ്യ പരീക്ഷ എഴുതി. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ തുരുതുരാ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നതിനിടെ കനത്ത പോലീസ് കാവലിൽ സാമൂഹികനീതി വകുപ്പിന്റെ വെള്ളിമാട് കുന്നിലെ ആൺകുട്ടികളുടെ ഒബ്സർവേഷൻ ഹോമിലാണ് പരീക്ഷ നടന്നത്. 5 പേർക്കും ഒരു മുറിയിൽ മേശയും കസേരയും പ്രത്യേകം സജ്ജമാക്കിയിരുന്നു. കോഴിക്കോട് DEO ടി അസീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പരീക്ഷാ നടത്തിപ്പ് നിയന്ത്രിക്കാനെത്തി. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ A. ഉമേഷിന്റെ നേതൃത്വത്തിൽ 200ഓളം പോലീസുകാർ സുരക്ഷയൊരുക്കി.
KSU, MSF, യൂത്ത് കോൺഗ്രസ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച 6:30 മുതൽ 10:45 വരെ 9 തവണയായി പ്രതിഷേധ മാർച്ചുകൾ പരീക്ഷാ കേന്ദ്രത്തിലേക്കെത്തി. 2 തവണ KSU, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ വെട്ടിച്ച് മതിൽ ചാടിക്കടന്ന് പരീക്ഷ നടക്കുന്ന കോമ്പൗണ്ടിലേക്ക് കടന്നെങ്കിലും മുഴുവൻ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഷഹബാസിനെ കൊന്നവരെ ദിവസങ്ങൾക്കുള്ളിൽ പരീക്ഷ എഴുതിക്കുന്നത് മരിച്ച കുട്ടിയോട് സർക്കാർ കാണിക്കുന്ന നീതി നിഷേധമാണെന്ന് ആരോപിച്ച് മാർച്ച് നടത്തിയ എല്ലാവരെയും പോലീസ് ജുവനൈൽ ഹോം കോംപ്ലക്സിന്റെ ഗേറ്റ് എത്തുന്നതിന് മുൻപ് തന്നെ തടഞ്ഞത് സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ചു. അതിക്രമം അതിരുവിടുമെന്ന ആശങ്കയിൽ പോലീസിന്റെ അഭ്യർത്ഥനയിൽ കോഴിക്കോട് തഹസിൽദാരുടെ ചുമതല വഹിക്കുന്ന ലാൻഡ് റെക്കോർഡ് തഹസിൽദാർ C. കൃഷ്ണകുമാറും C. ശ്രീകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. പുലർച്ചെ 5:30 തന്നെ പോലീസ് സ്ഥലത്തെത്തി സുരക്ഷാ വലയങ്ങൾ തീർത്തു. തടസ്സമൊഴിവാക്കാൻ പോലീസ് കാവലിൽ ചോദ്യക്കടലാസ് ജുവനൈൽ ഹോം കോംപ്ലക്സിലേക്ക് പതിവിലും നേരത്തെ എത്തിച്ചിരുന്നു. 11:30 പരീക്ഷ പൂർത്തീകരിച്ച് പോലീസ് ജീപ്പിൽ ഉത്തരക്കടലാസുകൾ സമീപത്തെ കളക്ഷൻ സെന്ററിലേക്ക് മാറ്റി. വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് P. എബ്രഹാം മരിച്ച നിലയിൽ. ആതുര സേവനത്തിനായി ജീവിതമൊഴിഞ്ഞുവെച്ച വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് P. എബ്രഹാം മരിച്ച നിലയിൽ. നെടുമ്പാശ്ശേരി തുരുത്തിശ്ശേരിയിലെ തന്റെ ഫാം ഹൌസിൽ ഞായറാഴ്ച രാത്രിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആരോഗ്യപ്രശ്നങ്ങളെ തുടർന്ന് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്നെഴുതിയ കുറിപ്പ് പോലീസ് കണ്ടെത്തി. എറണാകുളം VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റും ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ ജോർജ് താക്കോൽദ്വാര വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ലോകത്തിലെ 3ാമത്തെ ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. 3600-ലേറെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുള്ള അദ്ദേഹം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി, ലിസി ആശുപത്രി, ഷറാഫ് ആശുപത്രി എന്നിവിടങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടി. നവീൻ ബാബുവിന്റെ മരണം CBI വേണ്ടെന്ന് ഡിവിഷൻ ബെഞ്ചും. കൊച്ചി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന് CBI വേണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും. CBI അന്വേഷണാവശ്യം അംഗീകരിക്കാത്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഭാര്യ K. മഞ്ജുഷ ഫയൽ ചെയ്ത അപ്പീൽ തള്ളിയാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. കണ്ണൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണമല്ലെന്ന് സംശയിക്കാൻ കാരണങ്ങളില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. സർക്കാരിലെയോ പോലീസിലെയോ ഉന്നതർക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയ നേതൃത്വം ഇടപെടാൻ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രത്യാഘാതമുള്ള മരണമല്ലിതെന്നും കോടതി വിലയിരുത്തി. ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുന്നത് ആലോചിക്കുമെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു പറഞ്ഞു. പോലീസ് കവിത മനസ്സിലാക്കണം. ന്യൂഡൽഹി. ഭരണഘടന 75 വർഷം പിന്നിടുമ്പോഴെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം എന്തെന്ന് പോലീസ് മനസ്സിലാക്കണമെന്ന് സുപ്രീംകോടതി. സാമൂഹിക മാധ്യമത്തിൽ കവിത പങ്കുവച്ചതിന് തന്റെ പേരിൽ ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാജ്യസഭാംഗം ഇമ്രാൻ പ്രതാപ് ഗഡി നൽകിയ ഹർജി വിധി പറയാൻ മാറ്റിയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. യേ ഖൂൻ കി പ്യാസി ബാത് സുനോ എന്ന കവിതയാണ് പങ്കുവച്ചത്. ഇതിന് മതവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ദേശവിരുദ്ധമല്ലെന്നും കോടതി പറഞ്ഞു. കവിതയെ ജനങ്ങൾ മറ്റൊരു രീതിയിലാണ് മനസ്സിലാക്കിയതെന്ന് ഗുജറാത്തിനു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. വഴിയടച്ച് സമരം. കർശന നിലപാടുമായി ഹൈക്കോടതി. എന്തിന് ഇരട്ടത്താപ്പ് എന്നും സർക്കാരിനോട് ചോദ്യം. ആശാവർക്കർമാരുടെ സമരത്തിലും കണ്ണൂരിലെ CPM പ്രതിഷേധത്തിലും പോലീസിന് 2 മാനദണ്ഡം. നടപ്പാതയിലും റോഡിലും സ്റ്റേജ് കെട്ടിയല്ല പ്രതിഷേധിക്കേണ്ടതെന്ന് ഡിവിഷൻ ബെഞ്ച്. കൊച്ചി. സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശാവർക്കർമാരുടെ സമരവേദിയിലെ ടാർപോളിൻ ഷീറ്റ് നീക്കം ചെയ്ത പോലീസ് കണ്ണൂരിൽ റോഡിൽ പന്തൽ കെട്ടി നടത്തിയ CPM പ്രതിഷേധത്തിനെതിരെ നടപടിയെടുക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് ഹൈക്കോടതി. നടപടിയെടുക്കുന്നതിന് വ്യത്യസ്ത മാനദണ്ഡങ്ങൾ എന്തിനെന്നും കോടതി ചോദിച്ചു. വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി യോഗം നടത്തിയെന്നതുൾപ്പെടെയുള്ള കോടതിയലക്ഷ്യ ഹർജികളാണ് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ജസ്റ്റിസ് S. മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. റോഡും നടപ്പാതയും കയ്യേറി സമ്മേളനവും പ്രതിഷേധവും നടത്തുന്നതിനെതിരെ വെറുതെ FIR രജിസ്റ്റർ ചെയ്താൽ പോരെന്നും കോടതി പറഞ്ഞു. ചീഫ് സെക്രട്ടറി നൽകിയ വിശദീകരണവും കോടതി അംഗീകരിച്ചില്ല. ഒന്നും ചെയ്യാനാകില്ലെന്നാണോ സർക്കാർ പറയുന്നതെന്ന് ചോദിച്ച കോടതി
FIR-ഉം വകുപ്പുകളുമടങ്ങിയ പട്ടിക നൽകാനും നിർദ്ദേശിച്ചു. റോഡ് തടഞ്ഞുള്ള സമ്മേളനങ്ങൾ നിരോധിച്ച് ജനുവരിയിൽ പുതിയ സർക്കുലർ ഇറക്കിയെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചിരുന്നു. വഞ്ചിയൂരിൽ റോഡ് കയ്യേറിയുള്ള ഏരിയ സമ്മേളനത്തിന്റെ പേരിൽ കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെയും കൊച്ചിയിൽ നടപ്പാതയിലെ കോൺഗ്രസ് ധർണയിൽ 149 പേർക്കെതിരെയും ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റിനു മുൻപിൽ നടത്തിയ ഉപരോധത്തിൽ 10 പേർക്കെതിരെയും കേസെടുത്തു. ബാലരാമപുരത്തെ വനിതാജ്വാല പരിപാടിയിൽ ഗതാഗത തടസ്സമുണ്ടായിരുന്നില്ലെന്നും അറിയിച്ചു. ആശാവർക്കർമാരെ അധിക്ഷേപിച്ച് CITU. സുരേഷ് ഗോപി കുടയ്ക്കൊപ്പം ഉമ്മയും കൊടുത്തോ? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും സമരം ചെയ്യുന്ന ആശാവർക്കർമാരെയും അധിക്ഷേപിച്ച് CITU നേതൃത്വം. കൊച്ചിയിൽ CITU സംഘടിപ്പിച്ച ആശാവർക്കർമാരുടെ പ്രതിഷേധ മാർച്ചിലായിരുന്നു സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിന്റെ അധിക്ഷേപകരമായ പരാമർശം. സമരനായകൻ സുരേഷ് ഗോപി എത്തുന്നുവെന്നാണ് പ്രചരിപ്പിച്ചതെന്ന് KN ഗോപിനാഥ് പറഞ്ഞു. വന്നതിനു പിന്നാലെ സുരേഷ് ഗോപി എല്ലാവർക്കും കുട കൊടുത്തു. കുട മാത്രമാണോ, ഇനി ഉമ്മ കൂടി കൊടുത്തോ എന്നറിയില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ പരാതി കൊടുത്തപ്പോൾ അത് നിർത്തി, KN ഗോപിനാഥ് പറഞ്ഞു. പുനരധിവാസം. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാത്രം ടൗൺഷിപ്പ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ കൽപ്പറ്റ നഗരസഭയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാത്രം തൽക്കാലം ടൗൺഷിപ്പ് ഒരുക്കാനുള്ള മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് ഉത്തരവിറക്കി. വീടിനുള്ള ഭൂമി 5 സെന്റിൽ നിന്ന് 7 ആക്കും. വീട് സ്പോൺസർഷിപ്പ് ചെലവ് 30 നിന്ന് 20 ലക്ഷമായി കുറയ്ക്കും. ദുരന്തബാധിത കുടുംബങ്ങളെ പട്ടിക 430-ൽ അധികരിക്കാത്തതിനാലും ടൗൺഷിപ്പിന് പുറത്തു താമസിക്കാൻ പലരും മുന്നോട്ട് വന്നതിനാലുമാണ് പുനരധിവാസം ആദ്യഘട്ടത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാത്രമായി ചുരുക്കുന്നത്. എസ്റ്റേറ്റിലെ ഭൂമി പതിച്ചു നൽകാൻ വരുമാന പരിധി കണക്കാക്കില്ല. സ്ഥലവും വീടും ഗൃഹനാഥന്റെയും കുടുംബനാഥന്റെയും പേരിലാണ് അനുവദിക്കുക. ഇത് പാരമ്പര്യമായി കൈമാറാമെങ്കിലും 12 വർഷത്തേക്ക് മറ്റാർക്കും നൽകാൻ പാടില്ല. 12 വർഷത്തിന് മുൻപ് അവശ്യഘട്ടങ്ങളിൽ പണയപ്പെടുത്തി വായ്പയെടുക്കുന്നതിന്റെ സാധുത ഓരോ കേസുകളും പരിശോധിച്ച് സർക്കാർ തീരുമാനിക്കും. ടൗൺഷിപ്പിന് പുറത്ത് വീട് നിർമ്മിക്കാൻ സർക്കാർ 15 ലക്ഷം രൂപ നൽകും. വായ്പയിൽ കേന്ദ്ര തീരുമാനം വരെ റിക്കവറി പാടില്ലെന്ന് ഹൈക്കോടതി. വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ 3 ആഴ്ചയ്ക്കകം തീരുമാനമെന്നും കേന്ദ്ര ഹൈക്കോടതിയിൽ. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉണ്ടാകുന്നതുവരെ റിക്കവറി നടപടികൾ സ്വീകരിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ 3 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് S ഈശ്വർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ സംസ്ഥാനതല ബാങ്കിംഗ് സമിതിയുടെ ശുപാർശകൾ പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ അറിയിച്ചു. അതുവരെ റിക്കവറി നടപടികളുണ്ടാകില്ലെന്ന് സംസ്ഥാന സർക്കാരും ബാങ്കിംഗ് സമിതിയും ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ഷോൺ ബേക്കർ തിളങ്ങി. അനോറയ്ക്ക് 5 ഓസ്കർ. മികച്ച നടി മൈക്കി മാഡിസൺ, നടൻ എഡ്രിയൻ ബ്രോഡി. ന്യൂയോർക്ക് നഗരത്തിലെ ലൈംഗിക തൊഴിലാളികളുടെ ജീവിത കഥ പറയുന്ന അനോറയ്ക്ക് ഓസ്കറിൽ തിളക്കം. മികച്ച സിനിമയ്ക്കു പുറമെ നടി, സംവിധായകൻ, തിരക്കഥ എന്നിങ്ങനെ 5 പ്രധാന പുരസ്കാരങ്ങളും അനോറ നേടി. അനോറയിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച മൈക്കി മാഡിസൺ ആണ് മികച്ച നടി. ഏറ്റവുമധികം സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന മുതിർന്ന നടി ഡെമി മൂറിനെ പിന്തള്ളിയാണിത്. നാൻസി തടങ്കൽപ്പാളയത്തെ അതിജീവിച്ച ജൂത ആർക്കിടെക്റ്റിനെ സാക്ഷാത്കരിച്ച എഡ്രിയൻ ബ്രോഡി മികച്ച നടനായി. സിനിമ ദ ബ്രൂട്ടലിസ്റ്റ്. ബ്രോഡിയുടെ 2ാമത്തെ ഓസ്കറാണിത്. ദി പിയാനിസ്റ്റിലെ നാത്സി പീഡനം അതിജീവിച്ച ജൂത സംഗീതജ്ഞന്റെ വേഷത്തിനാണ് ബ്രോഡി ആദ്യ ഓസ്കർ നേടിയത്. അനോറയുടെ സംവിധായകൻ ഷോൺ ബേക്കർ മികച്ച സംവിധാനത്തിനു പുറമെ തിരക്കഥ, എഡിറ്റിംഗ് പുരസ്കാരങ്ങളും സ്വന്തമാക്കി. 1954-ൽ വാൾട്ട് ഡിസ്നിക്ക് ശേഷം ആദ്യമായാണ് ഒരു വർഷം ഒരു വ്യക്തി 4 ഓസ്കറുകൾ നേടുന്നത്. എമീലിയ പെരസിലെ അഭിനയത്തിന് സോയി സൽദാന്യ മികച്ച സഹനടിയായി. കീരൺ കൽക്കൻ ആണ് മികച്ച സഹനടൻ. സിനിമ എ റിയൽ പെയിൻ. മികച്ച രാജ്യാന്തര സിനിമയ്ക്കുള്ള
അംഗീകാരം പോർച്ചുഗീസ് ഭാഷയിലുള്ള ബ്രസീലിയൻ സിനിമ ഐ ആം സ്റ്റിൽ ഹിയർ നേടി. സംവിധാനം വാൾട്ടർ സാലസ്. പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പ് പ്രമേയമായ നോ അതർ ലാൻഡാണ് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ. ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ മത്സരിച്ച ഇന്ത്യൻ സിനിമ അനൂജ സമ്മാനം നേടിയില്ല. ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം നേടിയ എമീലിയ പെരസ്, ദ ബ്രൂട്ടലിസ്റ്റ്, വിക്കഡ് എന്നിവയ്ക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. ഒറ്റ ട്രക്കും ഇസ്രായേൽ കടത്തിവിട്ടില്ല. ഗസയെ പട്ടിണിക്കിടുന്നതിനെതിരെ ലോകം. ഗസ സിറ്റി. വെടിനിർത്തൽ ഒന്നാം ഘട്ടം അവസാനിച്ചതിനു പിന്നാലെ ഗസയിലേക്കുള്ള സഹായ ട്രക്കുകൾക്ക് ഇസ്രായേൽ അനുമതി നിഷേധിച്ചത് വൻ പ്രതിസന്ധിയായി തുടരുന്നു. ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളുമടക്കമുള്ള ഒറ്റ ട്രക്കും ഞായറാഴ്ച ഗസയിലേക്ക് കടന്നില്ല. തങ്ങൾ നിർദ്ദേശിക്കും പ്രകാരം വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്ന മുന്നറിയിപ്പും ഇസ്രായേൽ നൽകി. പട്ടിണി ആയുധമാക്കുകയാണ് ഇസ്രായേലെന്ന് മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും കുറ്റപ്പെടുത്തി. ഇത് യുദ്ധക്കുറ്റമാണെന്നും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ മുടക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹീനമായ അതിക്രമമാണെന്നും ഹമാസ് ആരോപിച്ചു. ഇസ്രായേലിന്റെ തീരുമാനം ഞെട്ടിക്കുന്നതാണെന്ന് UN ജീവകാരുണ്യ വിഭാഗം മേധാവി ടോം ഫ്ലെച്ചർ പറഞ്ഞു. ഗസ വീണ്ടും യുദ്ധക്കളമാകുന്നത് തടയാൻ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും പറഞ്ഞു. സഹായം തടയുന്ന ഇസ്രായേൽ നടപടിക്കെതിരെ 5 സന്നദ്ധ സംഘടനകൾ ഇസ്രായേൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജനുവരി 19 വെടിനിർത്തൽ വന്നതുമുതൽ 20 ലക്ഷത്തിലേറെ ഫലസ്തീനികൾക്കായി പ്രതിദിനം 600ഓളം ട്രക്കുകളാണ് ഭക്ഷ്യവസ്തുക്കളും മറ്റുമായി ഗസയിൽ എത്തിയിരുന്നത്. ഭക്ഷ്യവസ്തുക്കൾ വിലക്കുന്നത് ബന്ദികളെയും ബാധിക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി. നേരത്തെയുള്ള കരാർ പ്രകാരം രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പാകുന്നതോടെ അവശേഷിച്ച ബന്ദികളിൽ ഏറെപ്പേരെയും ഹമാസ് വിട്ടയക്കും. പകരം ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈനിക പിന്മാറ്റം പൂർണ്ണമാക്കും. വെടിനിർത്തൽ ശാശ്വതമാക്കുകയും ചെയ്യും. എന്നാൽ ഇസ്രായേൽ പുതുതായി മുന്നോട്ടുവെച്ച നിർദ്ദേശപ്രകാരം രണ്ടാം ഘട്ടത്തിന്റെ ആദ്യ ദിവസം ബന്ദികളിൽ പകുതി പേരെയും അവശേഷിച്ചവരെ സമ്പൂർണ്ണ വെടിനിർത്തൽ നിലവിൽ വന്നയുടനും വിട്ടയക്കണം. ഏപ്രിൽ 20 വരെ താൽക്കാലിക വെടിനിർത്തൽ തുടരാനും ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടങ്ങാത്തത് ആശങ്ക കൂട്ടുന്നു. ഇസ്രായേൽ എടുക്കുന്ന ഏത് നിലപാടിനെയും പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ സെക്രട്ടറി ബ്രയാൻ ഹ്യൂക്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ വെടിനിർത്തൽ അവസാനിച്ചത് അവസരമാക്കി വടക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ 4 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. റഫേൽ ഡ്രോൺ ആക്രമണത്തിൽ 2 പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ കൂട്ട അറസ്റ്റും ആക്രമണവും തുടരുന്നതിനിടെയാണ് ഗസയിൽ വീണ്ടും മനുഷ്യക്കുരുതി ആരംഭിച്ചത്. പിഞ്ചുകുഞ്ഞിന്റെ മരണം. UP സ്വദേശിനിയുടെ വധശിക്ഷ UAE നടപ്പാക്കി. 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ UP സ്വദേശിനിയുടെ വധശിക്ഷ UAE നടപ്പാക്കി. ബാൻഡ ജില്ലക്കാരിയായ 33-കാരി ഷഫ്സാദി ഖാന്റെ വധശിക്ഷയാണ് ഫെബ്രുവരി 15 നടപ്പാക്കിയത്. ഔദ്യോഗിക അറിയിപ്പ് ഫെബ്രുവരി 28 UAEയിലെ ഇന്ത്യൻ എംബസി ലഭിച്ചെന്നും മൃതദേഹം മാർച്ച് 5 ഖബറടക്കുമെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ ശർമ്മ അറിയിച്ചു. ഷഹ്സാദി ഖാന്റെ വിവരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് ഷബീർ ഖാൻ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് പ്രതികരണം. 2021 തൊഴിൽ വിസയിൽ UAEയിലെത്തിയ യുവതിയുടെ പരിചരണയിലായിരുന്ന കുഞ്ഞ് 2022 ഡിസംബറിൽ മരിച്ചിരുന്നു. കൊലപ്പെടുത്തിയതായി കുറ്റസമ്മതം നടത്തിയതിനെ തുടർന്നാണ് വധശിക്ഷ വിധിച്ചത്. എന്നാൽ വീട്ടുകാർ മർദ്ദിച്ച കുറ്റമേൽക്കാൻ നിർബന്ധിച്ചെന്ന് പിതാവ് പറഞ്ഞു. തന്നെ തൂക്കിലേറ്റാൻ പോകുന്നുവെന്ന് ഫെബ്രുവരി 14 യുവതി വീട്ടിൽ വിളിച്ചറിയിച്ചിരുന്നു. ഇടപെടണമെന്നാവശ്യപ്പെട്ട് പിതാവ് വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചെങ്കിലും മറുപടി വൈകി. ഹിമാനി വധം. സുഹൃത്ത് അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് റോത്തക് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹിമാനി നർവാൾ എന്ന 22-കാരി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെന്ന് കരുതുന്ന സുഹൃത്തു പിടിയിൽ. ഹിമാനിയുടെ ആൺ സുഹൃത്ത് സച്ചിനാണ് ഡൽഹിയിൽ പിടിയിലായത്. വിജയ് നഗറിൽ ഒറ്റയ്ക്കാണ് യുവതി താമസിച്ചിരുന്നത്. ഫെബ്രുവരി 27 പ്രതി അവരുടെ വീട്ടിലെത്തി തർക്കമുണ്ടായതായി അഡീഷണൽ DGP KK റാവു പറഞ്ഞു. മൊബൈൽ ഫോൺ ചാർജറിന്റെ വയർ ഉപയോഗിച്ച് ഹിമാനിയെ കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത്. പിന്നീട് മൃതദേഹം പെട്ടിയിലാക്കി റോത്തക് ഡൽഹി ഹൈവേയിലെ സാംപ്ല ബസ് സ്റ്റാൻഡിന് സമീപം തള്ളി. ഹിമാനിയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും
ടാബ് അടക്കമുള്ളവയും പോലീസ് ഇയാളുടെ മൊബൈൽ കടയിൽ നിന്ന് കണ്ടെടുത്തു. സച്ചിന്റെ കയ്യിൽ നിന്ന് ഹിമാനിയുടെ വജ്രമോതിരങ്ങളും സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു. കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് ഹിമാനിയുടെ കുടുംബം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചിരുന്നു. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഹിമാനി പങ്കെടുത്ത ചിത്രം വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഭൂപീന്ദർ ഹുഡയുടെയും ദീപീന്ദർ ഹുഡയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവമായിരുന്നു. രോഹിത് ശർമ്മയ്ക്കെതിരെ ഷമാ മുഹമ്മദ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ വിമർശിച്ച കോൺഗ്രസ് വക്താവ് ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ പോസ്റ്റ് വിവാദത്തിൽ. കായിക താരമെന്ന നിലയിൽ രോഹിത് ശർമ്മ തടിച്ചിട്ടാണെന്നും ശരീരഭാരം കുറയ്ക്കണമെന്നും ഇന്ത്യ കണ്ട എക്കാലത്തെയും മോശം ക്യാപ്റ്റനാണെന്നും ഷമ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇതിനു പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് രൂക്ഷ വിമർശനമുയർന്നതോടെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പോസ്റ്റ് പിൻവലിപ്പിച്ചു. ഷമയുടെ പോസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ലെന്നും പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെന്നും കോൺഗ്രസ് മീഡിയ പബ്ലിസിറ്റി വിഭാഗം തലവൻ പവൻ ഖേര എക്സിൽ കുറിച്ചു. ഇത്തരം പ്രതികരണങ്ങൾ നിർഭാഗ്യകരമാണെന്ന് BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ പറഞ്ഞു. എല്ലാ താരങ്ങളും അവരുടെ കഴിവിന്റെ പരമാവധി നൽകിയാണ് കളിക്കുന്നത്. അതിന്റെ ഫലവും ലഭിക്കുന്നുണ്ട്. പ്രശസ്തിക്കു വേണ്ടി അവഹേളനപരമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് വ്യക്തികൾ വിട്ടുനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് BCCI സെക്രട്ടറി വ്യക്തമാക്കി. കളിക്കാരുടെ ഫിറ്റ്നസിനെ പറ്റിയാണ് പോസ്റ്റെന്നും ബോഡി ഷേമിംഗ് ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഷമ പറഞ്ഞു. കളിക്കാർ ഫിറ്റാവണമെന്നാണ് നിലപാട്. രോഹിത്തിന് തടി കൂടുതലാണെന്ന് എനിക്ക് തോന്നി. മറ്റു ക്യാപ്റ്റന്മാരുമായി താരതമ്യപ്പെടുത്തുന്നതും ഷമ ന്യായീകരിച്ചു. ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ രോഹിത് പുറത്തായതിന് പിന്നാലെയായിരുന്നു ഷമ ഇന്ത്യൻ ക്യാപ്റ്റനെ വിമർശിച്ച് പോസ്റ്റിട്ടത്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുകയാണ്. ഇനി നാളെ. നന്ദി, നമസ്കാരം.